നമസ്കാരം. ചെന്നൈ vs RCB നാളത്തെ മാച്ചിൻ്റെ പ്രിവ്യൂ ആണിത്. ചെന്നൈ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ വെച്ചാണ് മാച്ച്. കഴിഞ്ഞ വർഷത്തെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ചെന്നൈ IPL നിന്ന് പുറത്തുപോയ സിനാരിയോ RCB ആയിട്ട് പരാജയപ്പെട്ടിട്ട്. അതുമാത്രമല്ല, കഴിഞ്ഞ 1-2 വർഷമായിട്ട് ഈ ചെന്നൈ vs RCB ഒരു റൈവൽറി ആയിട്ട് ഇങ്ങനെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കോമ്പറ്റീഷനാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ വർഷത്തെ മാച്ചിന് ശേഷം അത് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. ആ ഒരു വാശിയും ഫാൻസിനിടയിലുള്ള ആ ഒരു കോമ്പറ്റീഷനും ആ ഒരു സോഷ്യൽ മീഡിയയിലെ ആ ഒരു വാക്പോരുകളൊക്കെ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള ഒരു മാച്ചാണ് നാളെ നടക്കാനിരിക്കുന്ന മാച്ച്. രണ്ട് ടീമുകളും അവരവരുടെ ആദ്യത്തെ മാച്ച് ജയിച്ചിട്ടാണ് ഈ മാച്ചിലേക്ക് എത്തുന്നത്. RCB കൊൽക്കത്തയെ പരാജയപ്പെടുത്തി, അത് അവരുടെ എവേ മാച്ചായിരുന്നു. ചെന്നൈ മുംബൈ ഇന്ത്യൻസിനെ പരാജയപ്പെടുത്തി, അത് അവരുടെ ഹോം മാച്ചും ആയിരുന്നു. ഇനി ഈ രണ്ട് ടീമുകളുടെ ഹെഡ് ടു ഹെഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തം 32 മാച്ചുകളിൽ 21 മാച്ച് ചെന്നൈ സൂപ്പർ കിങ്സ് ജയിച്ചിട്ടുണ്ട്. 11 മാച്ച് മാത്രമേ RCBക്ക് ജയിക്കാൻ സാധിച്ചിട്ടുള്ളൂ IPL ഹിസ്റ്ററിയിൽ. ഇനി കഴിഞ്ഞ 2 വർഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തം 3 മാച്ചാണ് നടന്നത്. അതിൽ 2 മാച്ച് ചെന്നൈ ജയിക്കും, 1 മാച്ച് RCB ജയിക്കുകയും ചെയ്തു. ആ 1 മാച്ച് ജയിച്ച മാച്ചാണ് ചെന്നൈ പുറത്തു പോകേണ്ടി വന്നത്. RCB സംബന്ധിച്ച് ഇതൊരു വലിയ ചലഞ്ചാണ്. ശരിക്കും പറഞ്ഞ ഒരു റിയാലിറ്റി ചെക്കാണ്. കാരണം ഫസ്റ്റ് മാച്ച് ജയിച്ചു, കൊൽക്കത്തയെ ആധികാരികമായി തന്നെ പരാജയപ്പെടുത്തി. അവരുടെ ബാറ്റിംഗ് എല്ലാം നന്നായിട്ട് പെർഫോം ചെയ്തു. പക്ഷേ ചെന്നൈയിലെ കണ്ടീഷൻസിലേക്ക് വരുമ്പോൾ ശരിക്കും RCBയുടെ ബാറ്റിംഗ് ടെസ്റ്റ് ചെയ്യപ്പെടും. കാരണം ഇതൊരു സ്പിൻ കണ്ടീഷൻസിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പിച്ചാണ്, നമുക്കറിയാം ഹിസ്റ്റോറിക്കലി തന്നെ. അപ്പോൾ ഇവരുടെ ഇംഗ്ലീഷ് ബാറ്റ്സ്മാൻമാരോടുള്ള സോൾട്ട്, ലിവിങ്സ്റ്റൺ എങ്ങനെ പെർഫോം ചെയ്യും, അതുപോലെ തന്നെ ടിം ഡേവിഡ്, ജിതേഷ് ശർമ്മ ഇങ്ങനെയുള്ളവരൊന്നും കഴിഞ്ഞ മാച്ചിൽ ബാറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ടെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ടോപ്പ് ഓർഡറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിരാട് കോഹ്ലി, രജത് പട്ടീദർ ഈ രണ്ടുപേരും നന്നായിട്ട് സ്പിൻ കളിക്കുന്ന ബാറ്റ്സ്മാൻമാരാണ്. സോ അവർ അത് ഹാൻഡിൽ ചെയ്യുമെന്ന് നമുക്കറിയാം. പക്ഷേ സോൾട്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്യും, അതുപോലെ തന്നെ ലിവിങ്സ്റ്റൺ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ മാച്ച് ഇതുവരെ കിട്ടാത്ത കൃണാൽ പാണ്ഡ്യ, ജിതേഷ് ശർമ്മ, അതുപോലെ തന്നെ ടിം ഡേവിഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു മാച്ച് കൂടിയായിരിക്കും ഇത്. പ്രത്യേകിച്ചും സോൾട്ടിനെ സംബന്ധിച്ച്, കാരണം കൊൽക്കത്തയിലെ പോലെ ബാറ്റിലേക്ക് വരുന്ന ഒരു കണ്ടീഷനില്ല, കുറച്ച് സ്റ്റിക്കി ആയിരിക്കും, അതുപോലെ തന്നെ സ്ലോ ആയിരിക്കും. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ സോൾട്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളത് RCB സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി RCBയുടെ ബോളിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ റസിഖ്ദാറിന് പകരം ഭുവി കളിക്കുമോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അതുപോലെ തന്നെ ഇനി ഇതല്ലാതെ അവർ സ്വപ്നിൽ സിംഗിനെയാണോ, ചെന്നൈയിലെ കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ സ്വപ്നിൽ സിംഗിനെ കളിപ്പിക്കുമോ എന്നുള്ളതും ഒരു ചോദ്യമാണ്. അപ്പോൾ 11-ൽ തീർച്ചയായിട്ടും ഒരു ചേഞ്ച് ഉണ്ടാവും. അത് ഭുവി അകത്തേക്ക് വരുമോ അതോ സ്വപ്നിൽ സിംഗ് അകത്തേക്ക് വരുമോ എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ട കാര്യമാണ്. സുരേഷ് ശർമ്മയുടെ പെർഫോമൻസ് RCB സംബന്ധിച്ച് വളരെ കീ ആണ്. കാരണം ഒരു വിക്കറ്റ് ടേക്കിംഗ് സ്പിന്നറാണ് RCB സംബന്ധിച്ച് സുരേഷ് ശർമ്മ. ഇപ്പോൾ കഴിഞ്ഞ മത്സരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലെങ്സിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് ഷോർട്ടായി പോകുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ മോസ്റ്റ് ഓഫ് ദി ടൈം ഫുള്ളർ ലെങ്തിലായിരുന്നു എറിഞ്ഞുകൊണ്ടിരുന്നത്. അത്യാവശ്യം നല്ല എക്സ്പെൻസീവായി. എക്സെപ്റ്റ് ആ റസലിൻ്റെ വിക്കറ്റ് എടുത്ത ആ ഓവർ ഒഴിച്ച് ബാക്കിയൊക്കെ എക്സ്പെൻസീവ് ആയിരുന്നു. പക്ഷേ റസലിൻ്റെ വിക്കറ്റ് എടുത്ത ആ ഒരു ബോൾ ഒരു രക്ഷയില്ലായിരുന്നു. റസലിന് അത് റീഡ് ചെയ്യാനേ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിക്കറ്റ് ടേക്കിംഗ് കേപ്പബിലിറ്റി ഉണ്ട് സുരേഷ് ശർമ്മയ്ക്ക് എന്നുള്ളത് നമുക്ക് ഓൾറെഡി പ്രൂവൺ ആണ്. ഇനി കൃണാൽ പാണ്ഡ്യയും RCBയെ സംബന്ധിച്ച് കീ ആയിട്ടുള്ള ഒരു ബോളറാണ്, ഇന്റലിജന്റ് ആയിട്ടുള്ള ലെങ്സ് എറിയുന്ന ബോളറാണ്. അതുപോലെ തന്നെ നല്ല പേസ് വേരിയേഷൻസ് ഒക്കെ വെച്ചിട്ട് നന്നായിട്ട് ബാറ്റ്സ്മാൻമാരെ കുഴക്കുന്ന ഒരു ബോളറാണ്. കൊൽക്കത്തയോടുള്ള മാച്ചിൽ നമ്മൾ കണ്ടു. പെട്ടെന്ന് തന്നെ കണ്ടീഷൻസുമായിട്ട് അഡാപ്റ്റ് ചെയ്യാനായിട്ടുള്ള കേപ്പബിലിറ്റി ഉള്ള ഒരു ബോളറാണ് കൃണാൽ പാണ്ഡ്യ. അതുകൊണ്ട് തന്നെ ചെന്നൈയിലെ കണ്ടീഷൻസിൽ കൃണാൽ പാണ്ഡ്യ ഹാൻഡി ആയിരിക്കും. ഇനി ഹേസൽവുഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഫോമിലാണ് ഇപ്പോൾ ഫസ്റ്റ് മാച്ചിൽ എറിഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ചെന്നൈയിൽ നന്നായിട്ട് എറിയുമെന്ന് പ്രതീക്ഷിക്കാം. ഹേസൽവുഡ് ഒരു ഗ്യാരണ്ടി ഉള്ള ഒരു ബോളറാണ് RCBയെ സംബന്ധിച്ച്. ഇനി യശ് ദയാലും അതുപോലെ തന്നെ നല്ല വേരിയേഷൻസ് ഉള്ള ഒരു ബോളറാണ്. ചെന്നൈയിൽ തീർച്ചയായിട്ടും നന്നായിട്ട് അറിയാൻ പറ്റും. ഇനി റസിഖ്ദാർ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി റസിഖ്ദാറിനും ഒരുപാട് വേരിയേഷൻസ് ഉണ്ട്. ഇനി അഥവാ ഭുവനേശ്വറാണ് കളിക്കുന്നതെന്നുണ്ടെങ്കിൽ പവർ പ്ലേയിൽ ഹേസൽവുഡിനൊപ്പം കുറച്ചും കൂടി ഇമ്പാക്ട് കൊണ്ടുവരാനായിട്ട് ഭുവനേശ്വർ കുമാറിനും പറ്റും. ഇനി ഈ മാച്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, RCBക്ക് 100 അഹമ്മദിനെ തടയിടാൻ എന്തെങ്കിലും പ്ലാൻസ് ഉണ്ടാവും. ഇനി അഥവാ 100 അഹമ്മദിനെ തടയിടാൻ പ്ലാൻസ് ഉണ്ടെങ്കിൽ തന്നെ അശ്വിനെ തടയിടാൻ പറ്റുമോ, ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ ജഡേജയുടെ തടയിടാൻ പറ്റുമോ? വളരെ വലിയൊരു ചലഞ്ചാണ് RCBയെ സംബന്ധിച്ച് നാളത്തെ മാച്ച് എന്ന് പറയുന്നത്. കാരണം 3 ടോപ്പ് ക്വാളിറ്റി ബോളേഴ്സ് ആണ്. ഇനി CSKയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ രാഹുൽ ത്രിപാഠി എന്തിനാ ഓപ്പൺ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്പർ 3 നന്നായിട്ട് കളിക്കുന്ന ഒരു ബാറ്റ്സ്മാനാണ്. ഗെയ്ക്വാഡ് ഓപ്പൺ ചെയ്യുന്ന ഒരു ബാറ്റ്സ്മാനാണ്. എന്തിനാ സ്വാപ്പ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി മിഡിൽ ഓർഡറിലേക്ക് വന്നു കഴിഞ്ഞാലും കുറച്ച് പ്രശ്നങ്ങൾ CSKയ്ക്ക് ഉണ്ട്. ഈ കോൺവേ വരുവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ സാം കറൻ പുറത്തു പോയാൽ കോൺവേക്ക് അകത്ത് വരാം. അതുപോലെ തന്നെ വിജയ് ശങ്കർ കൂടെക്ക് പകരം കളിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ രാഹുൽ ത്രിപാഠിക്ക് പകരം കളിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആവുമെന്ന് തോന്നുന്നു. കാരണം സാം കറൻ പുറത്തു പോകണമെന്നുണ്ടെങ്കിൽ വിജയ് ശങ്കർ അകത്ത് വന്നാൽ ആ ഒരു 1-2 ഓവർ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വിജയ് ശങ്കറിന് തീർച്ചയായിട്ടും പറ്റും. കാരണം ഡൊമസ്റ്റിക്കിൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച് വരുന്ന ഒരു പ്ലെയറാണ് വിജയ് ശങ്കർ. ഇതൊക്കെ നമുക്ക് വെറുതെ പറയാനേ ഉള്ളൂ. ചെന്നൈയെ സംബന്ധിച്ച് അവരൊരു വിന്നിംഗ് കോമ്പിനേഷൻ എന്തായാലും ചേഞ്ച് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഒരു ലെവലിൽ തന്നെ അവർ സ്റ്റിക്ക് ചെയ്യാനാണ് ചാൻസ് കൂടുതൽ. എന്തായാലും നമുക്കത് നാളെ അറിയാം. ഇനി എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയാലും വരുത്തിയില്ല എന്നുണ്ടെങ്കിലും ചെന്നൈയുടെ ബാറ്റിങ്ങിൽ ചെന്നൈയിൽ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് പെർഫോം ചെയ്തെന്ന് നമുക്കറിയാം. കാരണം ഡീപ്പായിട്ട് ബാറ്റ് ചെയ്യാൻ അവർക്ക് ബാറ്റ്സ്മാൻമാരുണ്ട്, ഓൾറൗണ്ടേഴ്സ് ഉണ്ട്. നമ്പർ 9 വരെ ബാറ്റ് ചെയ്യാനായിട്ട്, അശ്വിൻ വരെ ബാറ്റ് ചെയ്യാനായിട്ട് അവരുടെ ഒരു ബാറ്റിംഗ് സ്ട്രെങ്ത് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഡീസൻ്റ് ആയിട്ട് അവർ ചെന്നൈയിൽ പെർഫോം ചെയ്യുമെന്നുള്ള കാര്യം ഏതൊരു മിനിമം ഗ്യാരണ്ടിയാണ്. ഇനി അഥവാ എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എവേ മാച്ചുകളിലാണ്. അത് ഇനി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കണ്ടു തന്നെ അറിയാം.
ഇനി ചെന്നൈയുടെ ബോളിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അവരുടെ സ്പിൻ ട്രയോ ആണ്. അശ്വിൻ, ജഡേജ ആൻഡ് നൂർ അഹമ്മദ്. ഒരു ഡെഡ്ലി കോംബോ ആണ്. ഇവരിൽ ആര് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സ്ട്രൈക്ക് ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും ഫോമിലേക്ക് വരാമെന്നുള്ളത് എതിർ ടീമിനെ സംബന്ധിച്ച് വലിയൊരു ചലഞ്ചാണ്. 3 പേരും പ്രൂവൺ കസ്റ്റമേഴ്സുമാണ്. ഇനി ഇവരുടെ ഫാസ്റ്റ് ബോളിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഖലീൽ അഹമ്മദ് കഴിഞ്ഞ മാച്ചിൽ നന്നായിട്ട് പെർഫോം ചെയ്തിരുന്നു. അതുപോലെ തന്നെ നാഥൻ എല്ലീസും കുഴപ്പമില്ലാതെ പെർഫോം ചെയ്യുന്നു. ഹി വിൽ ഓൺലി ഗെറ്റ് ബെറ്റർ. കാരണം നാഥൻ എല്ലീസ് തന്നെ ആയിരിക്കും കളിക്കുന്നത്. മിക്കവാറും പത്രാനെ കളിക്കാനുള്ള ചാൻസ് കുറവാണ്. അതിനി എന്ത് റീസൺ കൊണ്ടാണെന്ന് ശരിക്കും പറഞ്ഞാൽ അറിയില്ല. പരിക്കാണോ അതോ ഫോം ഔട്ട് ആയതുകൊണ്ടാണോ? ആക്ഷനൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷം റീസെന്റ് ഫോം വളരെ മോശമായിരുന്നു പത്രാനയുടെ. എന്നെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലീസ് തന്നെ കളിക്കുന്നതാണ് നല്ലത്. റീസെന്റ് ചാമ്പ്യൻസ് ട്രോഫിയിലൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്ത ബോളറാണ്. വേരിയേഷൻസ് ഉണ്ട്. ചെന്നൈയിലെ കണ്ടീഷൻസിന് ചേരുന്ന ഒരു ബോളറാണ്. ഇനി എവയിൽ പോകുമ്പോഴും ഇവർക്ക് ഹാൻഡി ആയിട്ടുള്ള ഒരു ബോളറായിരിക്കും. അതുപോലെ തന്നെ സാം കറൻ കളിച്ചാലും അതുപോലെ തന്നെ വിജയ് ശങ്കർ കളിക്കുന്നുണ്ടെങ്കിലും 1-2 ഓവർ അവർക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ടും. അപ്പോൾ ചെന്നൈയെ സംബന്ധിച്ച് ബോളിംഗ് വളരെ സ്ട്രോങ് ആണ്. അതിനകത്തൊരു കൺസേൺ ഉള്ളതായിട്ട് തോന്നുന്നില്ല, പ്രത്യേകിച്ചും ചെന്നൈയിലെ കണ്ടീഷൻസ്. സോ ഒരു സമ്മറി പറയുകയാണെന്നുണ്ടെങ്കിൽ RCBയുടെ ബാറ്റിങ്ങും CSKയുടെ ബോളിങ്ങും തമ്മിലായിരിക്കും പ്രൈമറി ബാറ്റിൽ. അതിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ CSKയ്ക്ക് ഒരു 55-45 എഡ്ജ് ഞാൻ തീർച്ചയായിട്ടും കൊടുക്കും അവരുടെ കണ്ടീഷൻസിൽ, പ്രത്യേകിച്ചും അവരുടെ ആ ഒരു ടോപ്പ് ക്വാളിറ്റി സ്പിന്നേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ. ഇനി RCB നോക്കുകയാണെന്നുണ്ടെങ്കിൽ RCB പഴയ RCB അല്ല, അത്രയും നന്നായിട്ട് പെർഫോം ചെയ്തിട്ട് ആ ഒരു മൊമെൻറ്റത്തിലാണ് RCB ചെന്നൈയിലേക്ക് വരുന്നത്. അവരുടെ ബോളിങ്ങും പഴയതുപോലെയല്ല, അത്യാവശ്യം സ്ട്രോങ് ആണ്. ഇനി അവരുടെ സ്പിന്നേഴ്സ് അപ് ടു ദ മാർക്ക് പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കും നല്ല രീതിയിലൊരു റിസൾട്ട് കൊണ്ടുവരാനായിട്ട് പറ്റും. കാരണം സ്വപ്നിൽ സിംഗ് ഒരുപക്ഷെ ടീമിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സുരേഷ് ശർമ്മ നന്നായിട്ട് പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദേ ക്യാൻ ഓൾസോ മേക്ക് എ ചേഞ്ച്. അതൊരു സത്യമാണ്. ആ ഒരു ഗിവൺ ഡേയിൽ ഇപ്പോൾ സുരേഷ് ശർമ്മ നന്നായിട്ട് ബോൾ ചെയ്ത് ഒരു 3 വിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ തീർന്നു. ഇപ്പോൾ നമ്മുടെ മുംബൈയുടെ കേസിൽ കണ്ടു വിഘ്നേഷ് പുത്തൂർ 3 വിക്കറ്റ് എടുത്തത്. അതുപോലെ സുരേഷ് ശർമ്മ അല്ലെങ്കിൽ സർനിൽ സിംഗോ അല്ലെങ്കിൽ കൃണാൽ പാണ്ഡ്യയോ ഒരു നല്ല പെർഫോമൻസ് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു RCBയുടെ ദിവസമായിട്ട് മാറാം സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ. സോ അതിനകത്ത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു കണ്ടീഷൻസ് നോക്കുമ്പോൾ ചെന്നൈക്ക് തീർച്ചയായിട്ടും RCBയുടെ മേലുള്ളൊരു ചെറിയ എഡ്ജ് തീർച്ചയായിട്ടും ഞാൻ കൊടുക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം RCB ബാറ്റ്സ്മാൻമാർ എങ്ങനെ ചെന്നൈയുടെ സ്പിന്നേഴ്സിനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും സോൾട്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ്. സോൾട്ടിന് ഡോമിനേറ്റ് ചെയ്യാൻ പറ്റുമോ ചെന്നൈയിൽ വന്നിട്ട് നമുക്ക് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. ഇനി അഥവാ ടോപ്പ് ഓർഡറിൽ ബാറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ മാച്ചിൽ ബാറ്റ് ചെയ്യാത്ത RCBയുടെ മിഡിൽ ഓർഡേഴ്സ് വന്നിട്ട് പെർഫോം ചെയ്യുമോ പുതിയ കണ്ടീഷനിൽ? ചെന്നൈ പോലുള്ളൊരു സ്ട്രോങ് ടീമിനോടൊക്കെ വരുമ്പോഴത്തേക്കാണ് പ്രത്യേകിച്ച് ഈ കൃണാൽ പാണ്ഡ്യ ആൻഡ് ജിതേഷ് ശർമ്മ വളരെ കീയാണ്. അവർ പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബാറ്റിംഗ് സംബന്ധിച്ച് വലിയ സ്ട്രോങ് ആയിരിക്കും RCBയെ സംബന്ധിച്ച്. കാരണം മിഡിലിൽ ഇപ്പോൾ ഒരു ഇംഗ്ലീഷ് പ്ലെയർ ആയിട്ടുള്ള ലിവിങ്സ്റ്റണോ അല്ലെങ്കിൽ ടിൻഡ് എവിടെയോ പെർഫോം ഈ ചെന്നൈയുടെ സ്പിന്നെതിരെ പെർഫോം ചെയ്യുന്നതിനെക്കാട്ടിലും ആ പെർഫോമൻസ് കൊടുക്കാൻ പറ്റുന്ന 2 പേര് ജിതേഷ് ശർമ്മയും അതുപോലെ തന്നെ കൃണാൽ പാണ്ഡ്യയാണ്. സോ അവരിൽ ഡിപ്പെൻഡൻ്റ് ആണ് മിഡിൽ ഓർഡർ RCBയുടെ. CSKയുടെ ഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഋതുരാജ് ഗെയ്ക്വാഡും അതുപോലെ തന്നെ രവിചന്ദ്രൻ രവീന്ദ്രനാണ് ഏറ്റവും വലിയ സ്ട്രെങ്ത്. അവർ 2 പേരാണ് കഴിഞ്ഞ മാച്ചിൽ പെർഫോം ചെയ്തത്. നന്നായിട്ട് സ്പിന്നിനെ ഹാൻഡിൽ ചെയ്യും. അപ്പോൾ RCB ഒരു സ്പിൻ അറ്റാക്കുമായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവർ 2 പേരുടെയും പെർഫോമൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫിനിഷിംഗിലേക്ക് വരുവാണെങ്കിൽ അവരും കുറച്ച് തിന്നാണ് CSKയും. കാരണം ധോണിയാണ് അവരുടെ ഒരു ബിഗ് ഹിറ്റർ എന്ന് പറയാനുണ്ട്. ശിവൻ ദുബെ തന്നെ അവിടെ ഹാൻഡിൽ ചെയ്യേണ്ടി വരും, കൂടെ പ്രൂവ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഷ്യൂസ് അവർക്കും ഉണ്ട് ആ ഒരു ഏരിയയിൽ. സോ RCBയെ സംബന്ധിച്ചാലും ക്യാപ്റ്റൻ രജത് പട്ടീദറിനെ സംബന്ധിച്ചാലും ഇതൊരു റിയാലിറ്റി ചെക്കാണ്. ഇതിനെ അതിജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ചെന്നൈയിലെ സ്പിൻ കുരുക്കിനെ RCB അതിജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ RCB അൺസ്റ്റോപ്പബിൾ ആയിരിക്കും. കാരണം ഇതുപോലൊരു ടെസ്റ്റ് വേറെ ഇല്ല. ഈ ഒരു ടെസ്റ്റും കൂടെ പാസ്സായി കഴിഞ്ഞാൽ ഈ സീസണിൽ RCBക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകും. കാരണം കൊൽക്കത്തയിൽ നല്ല പിച്ചുകളിൽ RCB പെർഫോം ചെയ്തു. ഇതുപോലുള്ളൊരു കണ്ടീഷനിലും കൂടെ പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2 എക്സ്ട്രീമും ഒരു ഡോമിനേറ്റ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ RCB ഒരു അൺസ്റ്റോപ്പബിൾ ശക്തിയായിട്ട് ഈ മാച്ച് ജയിച്ചാലും മാറും. CSKയെ സംബന്ധിച്ച് ഈ മാച്ച് ജയിക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് ആവശ്യമാണ്. കാരണം അവരുടെ ഹോം മാച്ചസ് സെക്യൂർ ചെയ്യുന്നുള്ളത് അവരുടെ സ്ട്രാറ്റജി സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്തായാലും വാശിയേറിയൊരു മത്സരമായിരിക്കും, ആവേശകരമായിട്ടുള്ളൊരു മത്സരമായിരിക്കും. ഫാൻ ഫൈറ്റ് ഒരുപാട് കാണാൻ പറ്റും. അപ്പോൾ നാളത്തെ മാച്ചിന് വേണ്ടിയിട്ട് ഈഗർലി വെയിറ്റിംഗ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. നമുക്കവിടെ ക്രിക്കറ്റ് ചർച്ച ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലെ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു IPL റിലേറ്റഡ് വീഡിയോയുമായിട്ട് കാണുന്നതുവരെ ബൈ.